വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യത്തിനെതിരെ സമരം ശക്തമാക്കി കോൺഗ്രസ്. ഇതിന്റെ ഭാഗമായി കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വള്ളക്കടവ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് സമരം ഉദ്ഘാടനം ചെയ്തു. കർഷകന്റെ അധ്വാന ഫലത്തിന്റെ വിളവെടുപ്പ് നടത്തുന്നത് വന്യമൃഗങ്ങളാണെന്നും വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണാത്ത പക്ഷം സമരം ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ കുറച്ചുനാളുകളായി പീരുമേട് താലൂക്കിലെ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലകളിലും തോട്ടം മേഖലകളിലും വന്യമൃഗ ആക്രമണം രൂക്ഷമായിരിക്കുകയാണ്. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് തടയാൻ വനംവകുപ്പ് വിവിധ വാഗ്ദാനങ്ങൾ നടത്തുന്നതല്ലാതെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. വള്ളക്കടവ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ചെക്ക് പോസ്റ്റിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന യോഗത്തിൽ വണ്ടിപ്പെരിയാർ മണ്ഡലം പ്രസിഡന്റ് രാജൻ കുഴുവമ്മാക്കൽ അധ്യക്ഷനായിരുന്നു. DCC ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് സമരം ഉദ്ഘാടനം ചെയ്തു. കർഷകന്റെ അധ്വാന ഫലത്തിന്റെ വിളവെടുപ്പ് നടത്തുന്നത് വന്യമൃഗങ്ങളാണെന്നും വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണാത്ത പക്ഷം സമരം ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വള്ളക്കടവ് പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇവിടെ ഭൂരിഭാഗം ആളുകളും കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. ഇവിടെ കൃഷി ചെയ്താൽ ആ കൃഷിയുടെ വിളവെടുപ്പിന് നടക്കുന്നതിനുള്ള അവകാശം കർഷകരില്ല. ആരാ വിളവെടുക്കുന്നത്? ചേനയും ചേമ്പും കാച്ചിലും കപ്പയും ഒക്കെ നട്ടാൽ അതൊക്കെ ഒരു പരുവമായി കഴിയുമ്പോൾ അത് വിളവെടുക്കുന്നതിന് വേണ്ടിയിട്ട് കാട്ടുപന്നികളിൽ വരുക. ആ വിളവെടുക്കാൻ കർഷകർ പറ്റില്ല. ആ വിളവെടുക്കുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വളർത്തി വലുതാക്കുന്ന, വളർത്തി തീറ്റിപ്പോറ്റി പരിപാലിക്കുന്ന കാട്ടുപന്നികളാണ്. തെങ്ങും കവുങ്ങും ആനക്കുള്ളതാണ്. പീരുമേട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി R ഗണേശൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എബ്രഹാം, നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫിലിപ്പ്, PP റഹീം, പ്രിയങ്ക മഹേഷ് തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ചയും നടന്നു.